ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ ദൈവം ഒരു സന്ദർഭം കൂടെ നൽകിയതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കഷ്ടതയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഭാരമോ വിഷമമോ ഒക്കെ സംഭവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വിശ്വാസിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് ഈ കർത്തവ്യത്തെ മുടരായിരിക്കുകയാണോ, നിരാശപ്പെട്ടു പോവുകയാണോ, അതോ ആ വിശ്വാസം വിട്ടു പിന്മാറി പോവുകയാണോ, തളർന്നു പോവുകയാണോ? പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കാൻ ആളുകൾ കൂടുന്നതിനേക്കാൾ ചിലപ്പോൾ കുറ്റപ്പെടുത്താനായിരിക്കും ആളുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നാം കഷ്ടതയുടെ മധ്യേ എന്ത് ചെയ്യണം എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്ന ചില ചിന്തകൾ നാം കഴിഞ്ഞ നാളുകളായി ചിന്തിക്കായിരുന്നു. ഏതാണ്ട് 2-3 വീഡിയോയിൽ ആയിട്ട് നാം അതാണ് ചിന്തിച്ചത്. കഷ്ടത വരുമ്പോൾ പ്രാർത്ഥിക്കണം, കഷ്ടതയെ സഹിക്കണം എന്ന് പറഞ്ഞാൽ ഗതികേട് കൊണ്ട് സഹിക്കുകയല്ല, പിന്നെയോ അതിനെ കീഴടക്കുവാൻ തക്കണം, അതിനെ വിധേയപ്പെടുത്തുവാൻ, അതിനെ ജയിപ്പാനായി കഷ്ടതയെ നേരിടണം. മാത്രമല്ല അതിനെ ആയുധമായി ധരിക്കണം എന്ന് നാം ചിന്തിച്ചു. മാത്രമല്ല ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് കാത്തിരിക്കണം. കാരണം ദൈവമറിയാതെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നും നേരിടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അറിയുക മാത്രമല്ല, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. വിലാപങ്ങൾ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ടല്ലോ, കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. അപ്പോൾ ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് കാത്തിരിക്കുക. മാത്രമല്ല കഷ്ടങ്ങൾ പ്രശംസിക്കുക. എനിക്ക് ഇങ്ങനെ വന്നുപോയല്ലോ എന്ന് പറയുന്നതിനേക്കാൾ അതിനെ പ്രശംസിക്കുക. നാം അതും സവിസ്തരമായി ചിന്തിച്ചാണ്. കഷ്ടയുടെ മധ്യേ സഹിഷ്ണുത കാണിക്കുക, കഷ്ടയിൽ സന്തോഷിക്കുക. ഇന്നത്തെ ചിന്താഗതികൾക്ക്, ഇന്നത്തെ പഠിപ്പിക്കലുകൾക്കൊക്കെ ഇത് തികച്ചും വിരുദ്ധമായിട്ട് തോന്നാം. എന്നാൽ വചനത്തിലുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന് വിരുദ്ധമായി ഒരു ചിന്തയും ഞാൻ ആരെയും മുൻപിൽ വെച്ചിട്ടില്ല. മാത്രമല്ല കഷ്ടതയുടെ മധ്യേ നാം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പൗലോസ് ഓർപ്പിച്ചതും നാം ചിന്തിക്കണ്ടായി. അപ്പോൾ ശരിക്ക് ഏതാണ്ട് 8ഓളം കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനി 2-3 ചിന്ത കൂടെ ആ ബന്ധത്തിൽ വെച്ചിട്ട് കഷ്ടതയുടെ മധ്യേ എന്ത് ചെയ്യണം എന്നുള്ള ആ ഭാഗം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. വാസ്തവത്തിൽ ഇത്രയധികം നീളുമെന്ന് ഞാനും വിചാരിച്ചതല്ല. എന്നാൽ ദൈവാത്മാവ് ആ നിലയിൽ എന്നെ ചിന്തയെ നടത്തുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ നിലയ്ക്ക് എനിക്കും അത് പഠിക്കുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞകാല ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളിലൂടെ വെല്ലുവിളികളിലൂടെ കടന്നുപോയ അനുഭവത്തിൽ നിന്നുമാണ് ഇതൊക്കെയും പങ്കുവെക്കാൻ കർത്താവ് ബലപ്പെടുത്തുന്നത്. ഇത് വെറും തിയറി പറയുകയല്ല, അല്ലെങ്കിൽ സൈദ്ധാന്തികമായി മാത്രം പറയുന്നതല്ല, പിന്നെ ജീവിതാനുഭവത്തിൽ നിന്നുകൂടിയാണ് ഇത് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ന് നാം വായിച്ചതുപോലെ ഇന്ന് നമുക്ക് 3 കാര്യങ്ങൾ ചിന്തിപ്പാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നാം ഒരു വാക്യം വായിച്ചല്ലോ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. റോമരോട് പൗലോസ് പറഞ്ഞതാണ്. 2 കൊരിന്ത്യരിൽ ഇതേ സാമ്യമുള്ള ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 4-17 നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യഘനം നിങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. അപ്പോൾ ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിച്ച കഷ്ടങ്ങൾ പൗലോസ് നിത്യതയുമായി താരതമ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ അതിനെ നിത്യത വെളിച്ചത്തിൽ കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വരുവാനുള്ള മഹിമയുമായി താരതമ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി തന്നെ മാറും. കാരണം 2 വാക്യവും റോമാലേഖനത്തിലും 2 കൊരിന്ത്യരിലും പൗലോസ് പറഞ്ഞു നോക്കിയാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ നിസ്സാര കാര്യമല്ലത്. ദൈവതേജസ്സിൻ്റെ വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകി. ആഴമായി കർത്താവിനെ അനുഭവിച്ചറിയുവാൻ, അവനിൽ കൂടെയുള്ള നിത്യതേജസ്സിൻ്റെ മഹത്വം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അത് മാത്രമല്ല, വരുവാനുള്ള വെളിപ്പെടുവാനുള്ള തേജസ്
പത്രോസിനും പറയുവാനുള്ളത് അത് തന്നെയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നിങ്ങളുടെ മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അതേ അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച ശക്തീകരിക്കും. തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പോൾ നമുക്ക് വരുവാനുള്ളത്, നമുക്ക് ലഭിക്കാനുള്ളത് നിത്യ തേജസ് മാത്രമല്ല. ഈ 2 അപ്പോസ്തലന്മാരുടെ 3 ലേഖനങ്ങളിലും നാം കാണുന്നത് ശ്രദ്ധിക്കണം. നിത്യ തേജസ്, വെളിപ്പെടുവാനുള്ള തേജസ്. പൗലോസ് പറഞ്ഞത് റോമാലേഖനത്തിൽ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ അവർ ചെയ്തത് കഷ്ടതയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുകയാണ്. അപ്പം നിത്യതയുടെ വെളിച്ചത്തിൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രയാസങ്ങളെ കണ്ടാൽ ഇതൊന്നുമില്ല. ഇവിടെ പറയുന്നു, സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കൊന്തൽ പറഞ്ഞത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. പൗലോസ് എന്തൊക്കെ അനുഭവിച്ചു എന്ന് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ ക്രിസ്തു നിമിത്തം എണ്ണമറ്റ കഷ്ടങ്ങൾ സഹിച്ച പൗലോസ് മരണസമയത്തും അവൻ തടവുകാരനായി ആ നിലയ്ക്കാണ് ശിരച്ഛേദം ചെയ്യപ്പെട്ടത്. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ എണ്ണമറ്റ കഷ്ടങ്ങൾ, വർണ്ണിക്കാനാവാത്ത കഷ്ടങ്ങൾ സഹിച്ച പൗലോസ് ഇവിടെ പറയുകയാണ്, ഇതെല്ലാം നൊടി നേരത്തേക്കുള്ളത്. പത്രോസ് പറഞ്ഞത് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്നത്, എന്നേക്കുമല്ല, അല്പകാലത്തേക്ക്. സ്മുർന്നയിലെ സഭയോട് പറഞ്ഞു, അത് കർത്താവാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്, നിനക്ക് 10 ദിവസത്തേക്ക് പരീക്ഷയുണ്ടാകും. 10 ദിവസം. അത് 10 ദിവസം എന്ന് പറഞ്ഞാൽ അക്ഷികമായി 10 ദിവസമായിരുന്നില്ല. പക്ഷേ അത്രയേ ഉള്ളൂ. അല്പകാലത്തേക്ക് നമ്മൾ സാധാരണ മാത്രമല്ല, യോഹന്നാൻ അപ്പോസ്തലൻ അവനെ കൊല്ലാനുള്ള എല്ലാ വഴിയും നോക്കിയിട്ടും മരിക്കാതെ വന്നപ്പോൾ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തി. അവിടെ കിടന്ന് അധികം അതും ചെറുപ്പക്കാരനായിരിക്കുമ്പോഴല്ല, വയോവൃദ്ധനായ മനുഷ്യനെ തന്നെ വാർദ്ധക്യത്തിൽ 90 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളപ്പോഴാണ് യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തിയത്. ചിലർ കൃത്യമായിട്ട് എത്ര വയസ്സെന്ന് പറയാറുണ്ട്, ഞാനത് പറയാൻ തയ്യാറില്ല. 90 മുകളുണ്ട്. അപ്പോഴാണ് പത്മോസിലേക്ക് തന്നെ നാട് കടത്തിയത്. എന്നാൽ അതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് ഒറ്റ വാക്യത്തിൽ ഒതുക്കിയത്, ഏകനായി അവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന് വധശിക്ഷയ്ക്ക് അവനെ വിധിച്ച് കേട്ടതാണ്. ഇവിടെ നേരത്തെ പൊതുവെ പറയുന്നത്, തിളച്ച എണ്ണയ്ക്കകത്ത് 3 പ്രാവശ്യം അവനെ മുക്കിയിട്ടും അവൻ മരിക്കാത്തത് കൊണ്ടാണ് യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തിയെന്ന്. അവനെ വധിക്കാനുള്ള എല്ലാ ശ്രമവും പാഴായി. അവിടുത്തെ അനുഭവത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് എന്താണ്? ഒരൊറ്റ വാക്യത്തിൽ അത് നിർത്തി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും നിമിത്തവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഒരു വാക്യത്തിൽ 22 അധ്യായങ്ങളായി നിരവധി വാക്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അതിൽ താൻ അനുഭവിച്ചത് എന്താണെന്ന് പത്മോസിൽ എക്സ്കർഷന് പോയതല്ല, സുഖവാസത്തിന് പോയതല്ല, പക്ഷേ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം യോഹന്നാൻ കൊടുത്തില്ല. ഇന്നാണെങ്കിൽ നാം സാധന ചെയ്യാറുണ്ടല്ലോ, നാം അനുഭവിക്കുന്നത് വിഷമിക്കുന്നതൊക്കെ ഒന്നത്തെ കണക്കിന് 1000 പേജുള്ള പുസ്തകത്തിൽ അത് നീട്ടിപ്പരത്തി എഴുതി, അയ്യോ ഞാൻ അവിടെ ഇത്ര സമയം ഇത്ര മണിക്കായി ചെന്ന് ഇന്ന രീതിയിലായിരുന്നു, ഇന്ന വിഷമങ്ങളൊക്കെ ഉണ്ടായി പ്രിയമുള്ളവർ എന്നൊക്കെ പറഞ്ഞ് നീട്ടിപ്പരത്തി എഴുതി എന്ന് ഇമോഷണലാക്കി മറ്റുള്ളവരെ പോലും നിരാശപ്പെടുത്തുന്ന രീതിയിൽ ആത്മപ്രശംസയ്ക്ക് കാരണമാക്കി എഴുതി കാശുണ്ടാക്കായിരുന്നു. പക്ഷേ യോഹന്നാൻ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അവൻ്റെ ജീവിതത്തിലും കഷ്ടതയ്ക്കല്ല പ്രാധാന്യം കൊടുത്തത്, നിത്യത്തെ
വരുവാനുള്ള മഹിമ. അപ്പോൾ പിൻവരുന്ന മഹിമയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും സാരമില്ല, ഈ കഷ്ടതയൊന്നും സാരമില്ല, ഞെരുക്കമൊന്നും സാരമില്ല, ഇവിടുത്തെ ബുദ്ധിമുട്ടൊന്നും സാരമില്ല, പ്രയാസമൊന്നും സാരമില്ല. കാരണം നമ്മിൽ വെളിപ്പെടുവാനുള്ളത് ചെറിയ തേജസ്സൽ പൗലോസ് പറയുന്ന വാക്ക, തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. എന്തുകൊണ്ട്? ഈ നുറുന്നതി കഷ്ടം അനുഭവിച്ചുകൊണ്ട്. അല്ലെങ്കിൽ പുരുഷായുസ് മുഴുവൻ താൻ അനുഭവിച്ച കഷ്ടവും വരുവാനുള്ള തേജസ്സും തമ്മിൽ അവൻ താരതമ്യപ്പെടുത്തുന്നു. ആ താരതമ്യപ്പെടുത്തിയപ്പോൾ അയ്യോ, ഇത് നൊടി നേരത്തേക്ക്, അല്പസമയത്തേക്ക്. ഭക്തന്മാരെല്ലാം തങ്ങളുടെ ജീവിതത്തിലെ പരിശോധനകളെ അങ്ങനെയാണ് കണ്ടത്. അല്ലാതെ കഷ്ടതയെ വലുതാക്കി കാണിക്കുകയല്ല, പ്രതികൂലത്തെ വലുതാക്കുകയല്ല, പ്രതികൂല സാഹചര്യങ്ങളെ വലുതാക്കുകയല്ല. പിന്നെയോ ഇതിൻ്റെ കഷ്ടതയിലേക്ക് നയിക്കുമ്പോഴും ആ സമയത്തും കൂടുള്ള ദൈവസാന്നിധ്യം ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. മാത്രമല്ല അതിന് ഒരു കാരണം കൂടെ അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 4:18 വാക്യത്തിൽ പറയുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തോ നിത്യം. ഇവിടെ പ്രശ്നം കാണുന്നതിലല്ല, അല്ലെങ്കിൽ കാഴ്ചപ്രകാരമല്ല ഞങ്ങളുടെ ജീവിതം. പിന്നെയോ കാണാത്തതിന്, നിത്യമായതിന് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തോ നിത്യം. ഇന്ന് പറ്റിയിരിക്കുന്നത് ദൈവമക്കളെന്ന് പറയുന്നെങ്കിലും വിശ്വാസികളെന്ന് പറയുന്നെങ്കിലും ശ്രദ്ധ മുഴുവൻ കാണുന്നതിലാണ്. അപ്പം ഈ കാണാത്തതിനെ കുറിച്ചുള്ള പ്രകാശമില്ല. എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിലുണ്ടല്ലോ, പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ച് ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളായിരുന്നു. പ്രകാശം ലഭിച്ചപ്പോൾ ഇതൊന്നും വിഷയമല്ല. ഇന്ന് കണ്ണടഞ്ഞു പോയതാണ് പ്രശ്നത്തെ വലുതായി കാണുന്നത്. അതുകൊണ്ടാണ് കഷ്ടത ശാപമാണെന്ന് പറയുന്നത്, പ്രയാസം ശാപമാണെന്ന്, പ്രയാസകരമാണെന്ന് പറയുന്നത്. വിഷമങ്ങളുണ്ട്, പ്രയാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം നിത്യതയ്ക്ക് മുതൽക്കൂട്ടാകുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ വലുതായിട്ടൊന്നും പറയാനില്ല. ദൈവം അത്ഭുതമായി നടത്തിയതുകൊണ്ട് വലിയ കഷ്ടമൊന്നും സഹിച്ചിട്ടില്ല. അങ്ങനൊന്നും പൊങ്ങച്ചം പറയാനും എനിക്കില്ല. എന്നാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, നീ തരുന്ന സന്തോഷവും നീ തരുന്ന ഈ ഭൂമിയിൽ വെച്ച് തന്നെ നീ തരുന്ന വിടുതലും ഇത്ര മാത്രമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കഷ്ടം തരായിരുന്നല്ലോ. എൻ്റെ ഭാഗം പ്രാർത്ഥിച്ചതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രേറ്റർ ദ ട്രയൽ, ഗ്രേറ്റർ ദ ബ്ലെസ്സിങ് ദാറ്റ് ഫോളോസ്. പ്രതികൂലം എത്ര വലുതോ അതിനാനുപാതികമായിരിക്കും പിൻവരുന്ന സന്തോഷവും. കർത്താവും എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞത്, തനിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപ്പം അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പോൾ ഒരു സന്തോഷം മുൻപിലുണ്ട്, ഒരു ഭാഗ്യാവസ്ഥ മുൻപിലുണ്ട്. അത് നിത്യതേജസ്സിനാണ്. നിത്യ തേജസ് മാത്രമല്ല, തേജസ്സിന് നിത്യഘനമാണ് അതിന് കാരണമാകുന്നു. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഇത് നേരത്തേക്ക് ഞാൻ നാളല്ലോ പലപ്പോഴും പറയാറുള്ളത്, കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച ദൈവദാസന്മാർ കർഷക തിരഞ്ഞെടുത്തവരാണ്. കാരണം അതുകൊണ്ടാണല്ലോ അവരുടെ ഉള്ളിൽ നിന്ന് ഊർന്നിറങ്ങിയ ഗാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റർ വർഗീസിൻ്റെ 105-ാം ജന്മവർഷത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയത് ഞാൻ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്തുത ഗാനം ആരംഭം മുതലേ ഞാൻ വളരെ പാടി ധൈര്യപ്പെടുന്ന ഒന്നാണ്, യാഹേ നീൻ്റെയും വാഴ്ത്തി ഞാൻ നിന്നെ സ്തുതിക്കുമേ തവനാമം. അതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. വളരെ സന്തോഷം എൻ്റെ തോന്നി. കാരണം അദ്ദേഹം ഇനിയും ഒരു 100 വർഷം കൂടെ കഴിഞ്ഞാൽ, 200 വർഷം കൂടെ കഴിഞ്ഞാലും ആ പാട്ട് വിശ്വാസികൾ പാടുമ്പോഴൊക്കെ അത് എഴുതിയ ആളിനെ ഓർക്കും. കാരണം അദ്ദേഹം അതുപോലെ സാഹിത്യം കൂടെ കടന്നു പോയതുകൊണ്ടാണ് ആ ധൈര്യത്തിൻ്റെ പാട്ട് എഴുതിയത്. അദ്ദേഹത്തിന് ഏതാണ്ട് അവസാനം കുറേ നാളത്തെ അനുഭവം എനിക്ക് പറയാം. വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചു, ആഴിയെന്നോർത്തില്ല,
ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഭയപ്പെട്ടില്ല. സമുദ്രത്തിൽ ഇറങ്ങി മാത്രം പോർക്കുള്ള മുൻപിൽ പിന്മാറുകയോ. ഞാൻ വിശ്വാസ ജീവിതത്തിന് ഇറങ്ങിയ സമയത്ത് പാടി ആശ്വസിച്ചിരുന്ന ഇന്നും എനിക്ക് വളരെ ചൈതന്യം തരുന്നൊരു പാട്ടാണ്. ഇതൊന്നും മാത്രമല്ല, മറ്റു പലരുടെയും പല ഗാനങ്ങൾ. ദുഃഖത്തിന് പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന് ഇന്ന് നമ്മൾ ആകെ ആ പാട്ട് പാടുന്നത് ശവസംസ്കാര സമയത്താണ് പാടുക. പക്ഷേ ജീവിതത്തിൽ അത്ര കൈപ്പേറിയ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോഴാണ് ആ കർത്താനദാസൻ അത് എഴുതിയത്. അത് ഇന്നും അനേകർക്ക് ധൈര്യം നൽകുന്നു. അവർ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് കാരണം ഇതാണ്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടം ഓർക്കുന്നില്ല, എപ്പോഴും എൻ്റെ കർത്താവിനെ ഒന്ന് കാണാം എന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പാടിയെങ്കിൽ തൻ്റെ ഉള്ളിലെ പ്രത്യാശയാണ്. ലോകം എന്തും പറഞ്ഞോട്ടെ, ലോകം നിന്ദിച്ചോട്ടെ, ലോകം അപമാനിച്ചോട്ടെ, ലോകം പരിഹസിച്ചോട്ടെ, എനിക്ക് വിഷയമില്ല. എനിക്ക് എൻ്റെ വിഷയം എൻ്റെ കർത്താവ്. കാരണം കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കിക്കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് പറ്റിയിരിക്കുന്നത്, ഇന്നത്തെ ഉപദേശകന്മാർക്ക് പറ്റിയ കുഴപ്പം, ദൈവമെന്ന് പറയുന്നവർക്ക് പറ്റിയ കുഴപ്പം, അവരെല്ലാം ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി, ഭൗതികത പിന്നാലെ, ഈ ആയുസ്സിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് അങ്ങനെ പോയാൽ നിർഭാഗ്യവാന്മാരായി മാറിയിരിക്കുന്നു. അതാ സത്യം. നിസ്സാര കാര്യത്തിൻ്റെ പുറത്ത് വിശ്വാസവും കളഞ്ഞ് കർത്താവിനെയും തള്ളിപ്പറഞ്ഞ് എന്തിനു പറയുന്നു ആകെ അവശരായി മാറുന്ന വിശ്വാസികളെ നമുക്ക് ചുറ്റും കാണാം. എന്നാൽ നിത്യത വെളിച്ചത്തിൽ പ്രതികൂലങ്ങളെ, കഷ്ടതകളെ വിലയിരുത്തിയാൽ സാരമില്ല. നമ്മൾ വെളിപ്പെടുവാനുള്ള തേസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടം ഒന്നും സാരമില്ല. അന്ന് തീപ്പന്തങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ കൂട്ടിയിട്ട് അവരെ കത്തിച്ച് ആ തീയിൽ അതിൻ്റെ പ്രകാശത്തിൽ നാടകം കണ്ടവനായിരുന്നു അന്നത്തെ നീറോ ചക്രവർത്തി എന്ന് വായിച്ചത് ഓർക്കുന്നു. അത്രത്തോളം കഷ്ടം സഹിച്ചെങ്കിൽ നമുക്കിന്നൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അവിടെ അടിയോ പിടിയോ ഒക്കെ വരാം, സാരമില്ല. അതിനെ വലുതായി എണ്ണാനല്ല. യോഹന്നാൻ പത്മോസ് പറഞ്ഞ പോലെ ഞാനിവിടെ പത്മോസിലായിരുന്നു, കഷ്ടത്തിൽ കൂട്ടാളിയാണ്. പക്ഷേ ഞാനിവിടെ വന്നത് ഇന്നതിനാന്ന് പറഞ്ഞില്ലേ, പത്മോസിലായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും കണ്ടതെന്താ? ഞാൻ ആത്മവിശ്വനായി കർത്താവിനെ കണ്ടു. അവനെ കണ്ടവൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കാൽക്കീഴ് വീണു. ചുരുക്കി പറഞ്ഞാൽ പത്മോസിലും യോഹന്നാൻ മരിച്ചില്ല. അവിടെ നിന്ന് എഫെസോസിലേക്ക് മടങ്ങി വന്ന് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് ആ ഭക്തൻ മരിച്ചതെന്ന് പറയുന്നത്. നോക്കണേ, നമുക്ക് മുൻപേ പോയ കർത്താവിനെ അനുഗമിച്ച ശ്രേഷ്ഠരായ വിശുദ്ധന്മാർ ഇങ്ങനെയാണ് കണ്ടെങ്കിൽ അവർ നമുക്ക് മാതൃകയാണ്. ആകയാൽ ജീവിതത്തിൽ എന്തു വന്നാലും അതിനെ നിത്യതയുടെ വെളിച്ചത്തിൽ വിലയിരുത്തുക, നിത്യതയുടെ വെളിച്ചത്തിൽ കാണുക. അങ്ങനെ നാം കാണുമ്പോൾ ഒരിക്കലും നാം നിരാശപ്പെടുകയില്ല. നാം കർത്താവിനെ തള്ളിപ്പറയത്തില്ല. കാരണം വലിയൊരു തേജസ് എനിക്കായി വെച്ചിരിക്കുന്നു. വർണ്ണിക്കാനാവാത്ത തേജസ്, മനുഷ്യൻ്റെ ഒരളവുകോല് കൊണ്ടും അളക്കുവാൻ കഴിയാത്ത തേജസ് എനിക്കായി വെച്ചിരിക്കുന്നു. അത് കുറച്ച് നാൾ മാത്രമല്ല, എന്നേക്കും നീതിസൂര്യനായ കർത്താവിനോട് കൂടെ അവൻ്റെ പ്രകാശത്തിൽ അവനെ പോലെ ആയിത്തീർന്ന് എന്നേക്കും അവനോടിരിക്കാം. ആ പ്രത്യാശ ഇന്നില്ലാത്തത് കൊണ്ടാണ് ഇത് മറിച്ചുള്ള ഉപദേശങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ അടിക്കടി പറയാറുണ്ടല്ലോ, എൻ്റെ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ധനവാനെ പോലെ സ്വർഗത്തിൽ ദാസനെ പോലെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയാണ് ഇന്നുള്ളത്. ക്രിസ്തുവിന് വേണ്ടി 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ ഒരു വാക്യം തന്നെ ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 10-ാം വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ആരെങ്കിലും എന്നെ കയറ്റം ചെന്നാൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല ബുദ്ധിമുട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഉപദ്രവം ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞെരുക്കം ഇതെല്ലാം സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നല്ല കാര്യമാണ്. ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ ഉള്ളവർക്ക് അത് പറയാൻ കഴിയുമോ? അപ്പോൾ കാര്യങ്ങളെ നിത്യത വെളിച്ചത്തിൽ നാം വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും കഷ്ടങ്ങൾ ഒന്നുമല്ല. കഷ്ടത നേരിടുമ്പോൾ, കഠിന രോഗം നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഭയപ്പെടാതിരിക്കുക, ഭാരപ്പെടാതിരിക്കുക.
ഏകനമായി നടത്തുവാൻ കർത്താവ് വിശ്വസ്തൻ. മാത്രമല്ല, ഒന്ന് രണ്ട് ചിന്തകളോടെ വേഗം പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 4:12 മുൻപ് വായിച്ചുള്ളതാണ്, എന്നാലും അതുകൂടെ ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 4:12 പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അപൂർവ കാര്യം, എനിക്ക് മാത്രം സാധാരണ പലരും പറയാണ്ട്, എൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഒരു ജന്മം, മറ്റുള്ളവർക്ക് എത്ര നന്നായി നടക്കുന്നു, എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ. പലരും പറയുന്നതിന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മാത്രം ഇതെല്ലാം അനുഭവിക്കാനിട വന്നല്ലോ എന്ന് പറയുന്നത്. അവിടെ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുന്ന ആ സഭയോടാണ് പൗലോസ് പറയുന്നത്, ഇത് അപൂർവ കാര്യമൊന്നും എണ്ണരുത്, അതെങ്കിൽ അതിശയിച്ചു പോകരുത്. കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ കടന്നുപോയ മക്കതോന്യ സഭയെക്കുറിച്ച് 2 കൊരിന്ത്യർ 8 പൗലോസ് പറയുന്നത്, അവർക്ക് സന്തോഷ സമൃദ്ധി ഉണ്ടായെന്ന, അവർ ധാരാളം ഔദാര്യം കാണിച്ചെന്ന, അവർ സന്തോഷ സമൃദ്ധി, കഷ്ടതയുടെ കഠിന ശോധനയിൽ ഒരു മഹാദരിദ്രം അവർ അനുഭവിച്ചു, പക്ഷേ അപ്പോഴും സന്തോഷ സമൃദ്ധി. അപ്പോൾ അപൂർവ കാര്യമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, 1 കൊരിന്ത്യർ 10 അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ലോക സഹജമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു കൈ ഒരാളിൻ്റെ ഒരു കൈ ഒടിഞ്ഞു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കൈക്ക് വെട്ടേറ്റു, അല്ലെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞു, അയ്യോ സഹിക്കാൻ വയ്യേന്നും പറഞ്ഞായിരിക്കുന്നത്. അങ്ങോട്ട് മെഡിക്കൽ കോളേജിലോ വേറെ സർക്കാർ ആശുപത്രികളിലോ ചെല്ലുമ്പോൾ 2 കൈയും 2 കാലും ഒടിഞ്ഞ് പകുതി ശരീരം വെന്ത് കിടന്ന് വിഷമിക്കുന്ന അനേകരെ കാണുമ്പോൾ ഇതൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, ലോകത്തിൽ ഞാൻ വേറെ കാര്യം കൂടെ പറയാറുണ്ട്. വിഷമം കൂടി വരുമ്പോൾ സ്ഥിരം പറയാറുള്ള വാക്കായിരുന്നു, എന്ത് സംഭവിച്ചാലും ഭൂമിയുടെ മേലിൽ കൂടെ വരുവുള്ളല്ലോ, ഭൂമിയുടെ അടിക്കൂടൊന്നും വരത്തില്ലല്ലോ, വരുന്നതൊക്കെ വരട്ടെ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പല പ്രശ്നങ്ങളുടെ മുൻപിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അപൂർവമായിട്ട് എണ്ണാനില്ല, അപൂർവമായി എണ്ണരുത്. അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒന്നാണ് അഗ്നിശോധന വരും. പലർക്കും നമുക്കറിയുന്നില്ലെന്നേ ഉള്ളൂ. പല ഭക്തന്മാർക്കും നമുക്കുള്ളതിനേക്കാൾ അനേകം ഇന്നും പ്രാണഭയത്തിലാകുന്ന എത്ര പേർ. പല രാജ്യങ്ങളിലും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, പല രാജ്യങ്ങളിലും കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അല്ലെങ്കിൽ പരസ്യമായി ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരണശിക്ഷയാണ്. പക്ഷേ അപ്പോഴും അവർ ധൈര്യമായി സാക്ഷിക്കുന്നു. ഇന്ന് ആളുകളിലൊക്കെ ഞാൻ യൂട്യൂബിൽ പല വിശ്വാസികളെ മുസ്ലിം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാനിലും മറ്റും കർത്താവിനെ കണ്ടെത്തിയ അനേക സത്യമാണെന്ന് വിശ്വസിച്ചു പോകുന്നു അനേക വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ വരാറുണ്ട്. എത്ര അധികം കഷ്ടതകൾ അവർ സഹിച്ചപ്പോൾ അപ്പോഴും വിശ്വാസത്തിൽ അവർ ശക്തരാകുന്നു, വിശ്വാസത്തിൽ ബലപ്പെടുന്നു. അവർക്കതൊന്നും അപൂർവമല്ല, അപ്പോഴും സന്തോഷിക്കുക. അപ്പോൾ ഇതൊന്നും അപൂർവമായിട്ട് എണ്ണരുത്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലൊരു വാക്യമുണ്ട്, തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചുകൊണ്ട് അവർ പോയി എന്നൊരു വാക്യമുണ്ട്. തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. ഓക്കെ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും സഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമോ? പാശ്ചാത്യ നാടുകളിലെ ജീവിത രീതി വെച്ചിട്ട് മറ്റ് 3-4 ലോകരാജ്യങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ ജീവിതം നമുക്ക് വിലയിരുത്താൻ ഒക്കുമോ? അപ്പോസ്തല പ്രവൃത്തി 5:41 തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായപ്രസംഗത്തിൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. യഹൂദന്മാരുടെ ഗവർണിംഗ് കൗൺസിലിൻ്റെ മുൻപിൽ അവരെ വരുത്തി ഒടുക്കിക്കളയത്തൊക്കണം അവരെ ഒരു ദേഷ്യം ഉണ്ടായതാണ്. പക്ഷേ ഗമാലിയേൽ ഇടപെട്ടതുകൊണ്ട് അത് ചെയ്തില്ല. എങ്കിലും അപ്പോസ്തലന്മാരെ വിട്ടയച്ച്. പക്ഷെ അപ്പോഴും ഇത്ര അപമാനം വന്നപ്പോഴും അവർ സന്തോഷിച്ചു കൊണ്ടുപോയി. വാസ്തവത്തിൽ ദൈവജനം അവർക്ക് നേരിടുന്ന അപമാനത്തിൽ നിരാശരാകുകയോ മനസ്സിലിഞ്ഞോ പോവുകയല്ല വേണ്ടത്, പിന്നെയോ സന്തോഷിച്ചും കൊണ്ട് അതിൽ ആനന്ദിച്ചും കൊണ്ട്
അവർ പോവുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരിടുന്ന കഷ്ടതയോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തുമാകട്ടെ, അത് അപൂർവമായിട്ട് തന്നെ ഇതെനിക്ക് മാത്രമല്ല, ഒറ്റാർക്കും വന്നിട്ടില്ല എന്ന് ചിന്തിക്കേണ്ട. എല്ലാ ഭക്തന്മാർക്ക് അനവധി കഷ്ടതകൾ, അനേക വിശുദ്ധന്മാർ വിവിധ കഷ്ടങ്ങളിൽ കൂടെ തങ്ങളുടെ വാഗ്ദത്ത നാട്ടിലേക്ക് നീങ്ങുമ്പോൾ നമുക്കൊരു ചെറിയ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാ ദൈവം പറയുന്നേ. അപ്പോൾ അപൂർവകരമായി എന്നത് മാത്രമല്ല, കുലുങ്ങിപ്പോരുത്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൽ പൗലോസ് അവരോട് പറയുന്നു, നിങ്ങൾ കുലുങ്ങിപ്പോയി, കഷ്ടമാണ്. 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ സുഹൃത്തുമായ തീമോഥെയോസിനെ അയച്ചു. നോക്കണം, എന്നിട്ട് പറയുന്നു അതിൻ്റെ 3-ാം വാക്യം, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. 4-ാം വാക്യം, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്, അപ്രകാരം തന്നെ സംഭവിച്ചു എന്നറിയുന്നു. കഷ്ടം അനുഭവിക്കേണ്ട ഇന്നത്തെ ഉദയമാരെല്ലാം ഒരു കഷ്ടം വരത്തില്ല. നിന്റെ കടം മാറും, നിന്റെ രോഗം മാറും, പ്രശ്നം എല്ലാം മാറും. നിനക്ക് ദൈവം വാരിക്കോരി തരും. രീതി വ്യത്യാസപ്പെട്ടു. ഇന്നെന്താ നടക്കുന്നേ? ഇവിടെ പൗലോസ് പറയുന്നു, പുതിയ വിശ്വാസത്തിലുള്ള ആകപ്പാടെ 3 ശബ്ദത്തിലാണ് തെസ്സലോനിക്കയിൽ അവന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത്. അതിനിടയ്ക്ക് അവൻ പറയുന്നു, നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. മുൻകൂട്ടി പറഞ്ഞു. സത്യം പറയുന്നവർ, സത്യം പഠിപ്പിക്കുന്നവർ ഇതാ പറയുകയാണ്, നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വരും. പക്ഷേ കുലുങ്ങിപ്പോരുത്. ഒരു ഈ സദൃശവാക്യം 24-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാ പറയാൻ തോന്നുന്നു, കഷ്ടകാലത്ത് നീ കൊഴിഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ഞാൻ പലരെയും ധൈര്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്യമാണ്. കഷ്ടം വരുമ്പോൾ അന്നേരത്ത് കുഴഞ്ഞു പോയാൽ ഉള്ള ബലം പോയി. കഷ്ടതയിലാണ് ബലത്തോടെ ധൈര്യത്തോടെ നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് 3 ചിന്തകൾ പങ്കുവച്ചു. എന്ത് കഷ്ടം വന്നാലും, മാറാരോഗം വന്നാലും നിത്യതയുടെ വെളിച്ചത്തിൽ വിലയിരുത്തുമ്പോൾ നാം താഴ്ന്നു പോകത്തില്ല. മാത്രമല്ല, എന്ത് നേരിട്ടാലും അതിന് അപൂർവ കാര്യമായി എണ്ണരുത്. മാത്രമല്ല, കഷ്ടതയിൽ നാം കുലുങ്ങിപ്പോരുത്. പഴയ ഭക്തനായ ദാവീദ് പോലും പറയുന്നത് ഒരു 62-ാം സങ്കീർത്തനത്തിലുണ്ട്. ആ വാക്യം തന്നെ ഞാൻ വായിക്കാം. 62-ാം സങ്കീർത്തനം 2-ാം വാക്യം, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങിയില്ല. എന്തുകൊണ്ട് കുലുങ്ങിയില്ല? അതോടെ പറയുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. ഇവിടെ ആ വിഷയം. അനവധി കഷ്ടതകൾ ദാവീദ് അനുഭവിച്ചു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവയിലെല്ലാം ഒരിക്കലും പറഞ്ഞതാണ്, മരണവും ഞാനും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. അതുപോലെ പ്രയാസം നേരിട്ടു. പക്ഷെ അവൻ പറയുന്നു, ഞാൻ ഏറെ കുലുങ്ങിയില്ല. കാരണം അവൻ പറയുന്നു, അവൻ തന്നെ എൻ്റെ പാറ, എൻ്റെ രക്ഷ, എൻ്റെ ഗോപുരം അവൻ തന്നെ. അപ്പോൾ കർത്താവിൽ യഥാർത്ഥമായി ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവത്തിന് ഒരിക്കലും കുലുങ്ങി പോകത്തില്ല. എന്തും വരുന്നത് പണ്ട് ഏതോ ഒരു പാട്ടിൻ്റെ അടി ഞാൻ ഓർക്കുന്നു, വരുന്നത് എന്തും വരട്ടെന്നല്ലാതെ എനിക്ക് പാടില്ല, വരുന്നത് എന്തും വരട്ടെ. അപ്പോൾ ഇതാണ് ഒരു വിശ്വാസിക്ക് പ്രതികൂലം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, വിഷമം വരുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, കടം പെരുകെന്നിരിക്കട്ടെ, രോഗം വർദ്ധിച്ചെന്നിരിക്കട്ടെ, ദാരിദ്ര്യം വർദ്ധിച്ചെന്നിരിക്കട്ടെ, സർവ്വവിധത്തിലെ ഉപദ്രവമാണെന്നിരിക്കട്ടെ, പക്ഷേ അവൻ തളർന്നു പോകുകയല്ല, നിരാശപ്പെട്ടു പോകല്ല വേണ്ടത്. പിന്നെയോ അതിനെല്ലാം നിത്യ വെളിച്ചത്തിൽ വിലയിരുത്തി കർത്താവിനെ സ്തുതിക്കുക. മാത്രമല്ല, ഇതൊന്നും അപൂർവമല്ല, ഇത് സാധാരണമാണ്. അത് മാത്രമല്ല, അവൻ കൂലിങ്ങി പോകരുത്. കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചതാണ്, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും
നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്ത കഷ്ടത നേരിട്ടെ. നമ്മുടെ പ്രതീക്ഷകളും കണക്കൂട്ടലും എല്ലാം അസ്തമിക്കട്ടെ. വല്ലാത്ത പ്രയാസങ്ങളുണ്ടാകട്ടെ. ദൈവത്തിലെ കുലുങ്ങരുത്. ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കാൻ നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ശാശ്വത പാറയിലാണ്. നമ്മുടെ പാറ ഒരിക്കലും മാറിപ്പോകത്തില്ല. നമ്മുടെ അടിസ്ഥാനം ഒരിക്കലും മാറിപ്പോകത്തില്ല. എന്തും പറഞ്ഞ് അതിനെല്ലാം പരിഹാരകൻ ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ആകയാൽ അവനിൽ ആശ്രയിച്ച്, അവൾ ചാരി, അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്ത്യൻ മാത്രമല്ല, വലിയൊരു പ്രതിഫലം നമ്മുടെ മുൻപിലുണ്ട്. വലിയൊരു തേജസ് നമ്മുടെ മുൻപിലുണ്ട്. അതിന് യോഗ്യരായി നമ്മെ എണ്ണിക്കൊണ്ട് അവന് വേണ്ടി അപമാനം സഹിപ്പാൻ ഇടവയാൽ അത് സന്തോഷിച്ചുകൊണ്ട് കർത്താവിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. സംഭവങ്ങളെല്ലാം നേരിടുന്നതിനെല്ലാം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നിത്യത വെളിച്ചത്തിൽ വിലയിരുത്തി സാരമില്ലെന്ന് എനിക്കുണ്ട്. ഇത് എല്ലാവർക്കും സാഹചര്യം എനിക്കൊന്നും വലുതായിട്ടൊന്നും വന്നിട്ടില്ല. അപൂർവ കാര്യമെന്ന് എണ്ണാതെ കുലുങ്ങിപ്പോകാതെ ഉറപ്പോടെ കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കാം. കർത്താവിനെ സേവിക്കാം. ദൈവം നമ്മെ കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ശാശ്വത പാറയായവൻ മാത്രമല്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറയാൻ ജീവിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവനും ജീവിക്കുന്നു. ആകയാൽ ആ ധൈര്യത്തിൽ കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗീയപിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നാഥാ, ദൈവം ഞങ്ങൾ ചിന്തിച്ച പോലെ ഞങ്ങൾ വെളിപ്പെടാൻ ഉള്ള തേജസ് നിത്യഘനം ഞങ്ങൾക്കുള്ളപ്പോൾ ഈ സംഭവിക്കുന്നതൊന്നും അതാ നിസ്സാരമായ ഇതിലൊന്നും കുലുങ്ങിപ്പോകാതെ കഷ്ടതയെ നേരിട്ടുകൊണ്ട് അതിനെ അപൂർവ കാര്യമെന്നെണ്ണാതെ അതിൽ കുലുങ്ങാതെ ഉറപ്പുള്ളവരായി സ്ഥിരപ്പെട്ടവരായി അങ്ങയുടെ ഭാഗത്ത് നിൽക്കുവാൻ സഹായിക്കുമാറാണമേ. കർത്താവെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രാപ്തിക്ക് മീതിയുള്ള പ്രതിസന്ധിയിൽ കുഴങ്ങുന്നുവെങ്കിൽ അതാ അവരെ ഓർക്കണമേ, ധൈര്യപ്പെടുത്തണമേ. തളർന്നു പോകാതെ, അവർ കുലുങ്ങിപ്പോകാതെ അവരെ ഉറപ്പിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. നാഥാവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.